പ്രൊഫസർ കെ വി തോമസ്, എന്തുകൊണ്ടാണ് കോൺഗ്രസ് തീരുമാനമെടുക്കാൻ വൈകുന്നത്? കോൺഗ്രസിൻ്റെ ഇന്നത്തെ ദയനീയാവസ്ഥയാണത് കാണിക്കുന്നത്. ഒന്ന്, കോൺഗ്രസ് ഇന്ത്യ മുന്നണിയെയാണ് നയിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിൽ മുന്നണിയിലെ 23 ഘടകകക്ഷികളുമായി സംസാരിച്ച് ഇതിനകം ഒരു തീരുമാനത്തിലെത്തേണ്ടതായിരുന്നു. അത് താമസമുണ്ടായതുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ CPM-ഉം CPI-യും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, കോൺഗ്രസ് ചാഞ്ചല്യം കാണിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എടുത്ത സമീപനം പോലെ അതിനപ്പുറത്ത് എന്താ വേണ്ടത്? പ്രധാനമന്ത്രി എടുത്തവെന്താ? സോമനാഥ് ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി അതിൽ പങ്കെടുക്കാൻ രാജേന്ദ്ര പ്രസാദ് പോയപ്പോൾ അത് ശരിയല്ല എന്ന് വ്യക്തമായി പറഞ്ഞയാളാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ സെബാസ്റ്റ്യൻ പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ബക്കാരങ്ങൾ പോലെയുള്ള അണക്കെട്ടുകളാണ് നമ്മുടെ ക്ഷേത്രമെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നോക്കി നിൽക്കാൻ, ഒരു മാർഗം തെളിക്കാൻ ഒരു വെളിച്ചമുള്ളപ്പോൾ പിന്നെ എന്താ താമസം? അത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ബലഹീനതയാണ്. വോട്ട് ബാങ്ക് മാത്രമല്ല, കോൺഗ്രസ് എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് മാത്രമല്ല, അധികാരത്തിൽ വരികയും അധികാരത്തിൽ പോവുകയും ചെയ്യും. പക്ഷേ അതിനപ്പുറത്ത് കോൺഗ്രസിനെ ജനങ്ങൾ നോക്കിക്കാണിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങളെ മുറുകെ പിടിക്കേണ്ട കോൺഗ്രസ്സാണ്. അത് തീരുമാനമെടുക്കണം, ഇനിയും താമസിക്കരുത്. നോക്കൂ, അക്കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശാലമായ ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് നമ്മളിപ്പോൾ നേതാക്കളുടെ വാക്കുകളിലൂടെ തന്നെ കേട്ടുവല്ലോ. ദിഗ്വിജയ് സിംഗ് പറഞ്ഞത് സോണിയാഗാന്ധി പോകും, അല്ലെങ്കിൽ സോണിയാഗാന്ധി ഒരു പ്രതിനിധി സംഘത്തെ അയക്കുമെന്നുള്ളതാണ്. ദിഗ്വിജയ് സിംഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ആൻറ്റി കമ്മ്യൂണൽ നിലപാട് വളരെ കൺസിസ്റ്റൻ്റായി എടുത്തിട്ടുള്ള നേതാവാണെങ്കിൽ തന്നെയും മധ്യപ്രദേശിൽ നിന്ന് വരുന്ന ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ ദിഗ്വിജയനെ സംബന്ധിച്ചിടത്തോളം പോകണം, പങ്കെടുക്കണം എന്ന നിലപാടാണ്. നേരത്തെ കമൽനാഥ് ഡിഫാക്റ്റോ ഹിന്ദു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുകയും ഈ രാമക്ഷേത്രത്തിന് വേണ്ടി 11 വെള്ളികൾ അയക്കുകയും അതിൻ്റെ പൂജാ ചടങ്ങിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്നതിൽ പരിഭവം പ്രകടിപ്പിക്കുകയും അന്നേ ദിവസം സ്വന്തം വീട്ടിൽ പൂജ നടത്തുകയോ ഒക്കെ ചെയ്തിട്ടുള്ള നേതാവാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യൻ നേതാക്കളുടെ നിലപാട് എന്നുള്ളത് നമ്മൾ നേരത്തെയും ഇപ്പോഴത്തെയും അവരുടെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതേസമയം കേരളത്തിലുള്ള കെ മുരളീധരനെ പോലുള്ളവർ വ്യത്യസ്തമായ നിലപാടെടുക്കുന്നു, പോകരുത് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യത്തിൽ എങ്ങനെയാണ് കോൺഗ്രസ് തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് പരമോന്നത നേതാവ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗമാണ്. അദ്ദേഹം ഉത്തരേന്ത്യയിൽ അധികം പ്രചരണം നടത്താറുള്ളതായി കാണുന്നില്ല, കൂടുതലും തെക്കേ ഇന്ത്യയിലാണ് അദ്ദേഹം വരുന്നതായി കാണുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു കർണാടകക്കാരനാണ്. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഒരു മലയാളിയാണ്. ഒരു തെക്കൻ ചിന്ത വടക്കൻ ചിന്തയുമായി ഏറ്റുമുട്ടുക മാത്രമാണോ, അല്ലെങ്കിൽ ഒരു ആശയവിനിമയം നടത്തുക മാത്രമാണോ? അവിടെയാണോ തീരുമാനമെടുക്കാൻ വൈകുന്നത്? ഒരു ഇഴുകിച്ചേരായ്മ തെക്കും വടക്കും തമ്മിൽ ഉണ്ടോ, പ്രൊഫസർ കെ വി തോമസ്? ഒരിക്കലും അതല്ലല്ലോ പ്രശ്നം. കോൺഗ്രസിൻ്റെ പാരമ്പര്യം, കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാട് അത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് പോലും ഒരു അണുകിട അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യം ഇക്കാര്യത്തിലില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജാതി മത ചിന്തകൾക്ക് അതീതമായി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇവിടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകൾ തന്നെ നമുക്ക് ഒരു മോഡലായിട്ട് എടുക്കേണ്ടത്. എന്താ മോഡൽ? രാഷ്ട്രീയ പാർട്ടികൾ, ഭരണകൂടങ്ങൾ ജാതി വർഗീയ ചിന്തകളിലേക്ക് പോകരുത്, വിശ്വാസങ്ങളിലേക്ക് പോകരുത്. അപ്പോൾ അവരതിൽ നിന്ന് മാറി നിൽക്കണം. അതാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രാധാന്യമുള്ളത്. ജവഹർലാൽ നെഹ്റു കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതിനേക്കാൾ കൂടുതൽ ഭൗതികവാദത്തിൽ ഉറച്ചു നിന്നിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്. പിൽക്കാലത്ത് കോൺഗ്രസിൽ അത് ഉണ്ടായിട്ടില്ല. നമ്മൾ 49-ലെ കാര്യം പറഞ്ഞു, 86-ലെ കാര്യം പറഞ്ഞു, 92-ലെ കാര്യം പറഞ്ഞു. അപ്പോൾ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ രാമക്ഷേത്ര നിർമ്മാണത്തിൽ BJP-യോളം പോകുന്ന പങ്കുണ്ട്. അത് തുടരുക എന്നുള്ളതല്ലാതെ നിർവാഹമുണ്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ? കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ കാഴ്ചപ്പാടുകൾ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അത് പരസ്പര ചർച്ചയിലൂടെ ഒരു ധാരണയെടുത്ത കാഴ്ചപ്പാടുകളുടെ പാരമ്പര്യമുണ്ട്. അവിടെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രാധാന്യം. ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും പാതയിൽ നിന്ന് കോൺഗ്രസ് വ്യതിചലിക്കാൻ തുടങ്ങിയതാണ് കോൺഗ്രസിൻ്റെ പതനത്തിന് കാരണം. അത് കോൺഗ്രസ് മനസ്സിലാക്കാൻ കഴിയണം. ഇപ്പോൾ കമൽനാഥ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാണെങ്കിലും അവർക്ക് ചില അജണ്ട ഉണ്ടായിരുന്നു. ആ ഹിന്ദു അജണ്ടയിലൂടെ അധികാരത്തിൽ വരുമെന്ന് വിചാരിച്ചു, കഴിഞ്ഞില്ല. അതുകൊണ്ട് ദിഗ്വിജയ് സിംഗാണ്. ദിഗ്വിജയനെക്കുറിച്ച് കമൽനാഥിനെയൊക്കെ എനിക്ക് വളരെ അടുത്ത പരിചയമുള്ള ആളുകളാണ്. അവർക്ക് അന്നും ഇന്നുമൊക്കെ ഒരു നിലപാടുണ്ട്. പക്ഷേ ആ നിലപാടാണോ കോൺഗ്രസിൻ്റെ നിലപാട്? ആ നിലപാടാണോ കോൺഗ്രസ് എടുക്കേണ്ട നിലപാട്?
അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ മൊത്തമായി കാണാൻ കഴിയണം, രാജ്യത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ കഴിയണം, കോൺഗ്രസിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ കഴിയണം. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രശ്നമെന്ന നേതൃത്വം ഡൽഹിയിൽ ഇരുന്ന് എല്ലാവരുമായിട്ട് ബന്ധപ്പെടാമല്ലോ. ഇത് മുന്നണിയല്ലേ, ഇന്ത്യ മുന്നണിയല്ലേ, ആ ഇന്ത്യ ടീമിൻ്റെ വിശ്വസ്തതയുടെ പ്രശ്നം കൂടിയല്ലേ. എന്തുകൊണ്ട് പരസ്പരം സംസാരിച്ച് ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞുകൂടാ? അത് കഴിയാതെ വന്നതുകൊണ്ടാണല്ലോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സ്വന്തമായ അഭിപ്രായം ഉറക്കെ പറയേണ്ടി വന്നത്. അല്ല, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ആ നിലയിലൊരു സമീപനം സ്വീകരിക്കാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സെക്യുലറിസം വിളഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ മാത്രം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ സെക്യുലറിസ്റ്റ് ആയിട്ടുള്ളൊരു നിലപാട് അവർക്ക് സ്വീകരിക്കാൻ സാധിക്കും. പശ്ചിമ ബംഗാളിലെ മമതയ്ക്കും സ്വീകരിക്കാം. കാരണം അവിടെ മമതയുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 30% വരുന്ന മുസ്ലിം വോട്ടുകളെ കൂടി ആശ്രയിക്കുന്നുണ്ട്. മാത്രമല്ല ബംഗാളിലെ രാമൻ വലിയ നിലയിൽ ആരാധിക്കപ്പെടുന്ന ദൈവമല്ല, അവിടെ ഭദ്രകാളിയും കാളിയും ഒക്കെയാണ്. അപ്പോൾ അവിടെയും ആ നിലയിൽ നിലപാട് സ്വീകരിക്കാം. അതേസമയം ഉത്തർപ്രദേശിലെത്തുമ്പോൾ സമാജ്വാദി പാർട്ടി ഞങ്ങൾ പോകും, പക്ഷേ ഈ രാഷ്ട്രീയ ചടങ്ങിനല്ല, അത് കഴിഞ്ഞ് എന്നാണ് അഖിലേഷ് യാദവിൻ്റെ ഭാര്യ പോലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരും അവരുടെ രാഷ്ട്രീയ ഭൂമിക എവിടെയാണോ അതിനനുസരിച്ചുള്ള നിലപാടാണ് പ്രൊഫസർ കെ വി തോമസ് എടുക്കുന്നത്. അപ്പോഴാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യൻ രാഷ്ട്രീയക്കാർ പറയുന്നത് അവഗണിക്കാനാകാത്ത നിലയുള്ളത്. അപ്പോൾ ആ നിലയിലൊരു സമീപനം കോൺഗ്രസ് സ്വീകരിച്ചാൽ അതിനെ കുറ്റം പറയാനാകുമോ? കുറ്റമല്ലാതെ വേറെ എന്ത് പറയാൻ പറ്റും? ഇത്രയും ദിവസമായില്ലേ ഈ ഒരു പ്രശ്നം മുമ്പിൽ നിൽക്കുന്നത്? ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്ക് അറിയില്ലേ? ഇന്നൊരു ദിവസം ഉണ്ടായ സംഭവമല്ലല്ലോ. അപ്പോൾ ഈ പ്രശ്നം ഇത് വരും. ഇത് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ BJP കൊണ്ടുവരുന്ന ഏറ്റവും വലിയ അജണ്ട ഇതാണ്. രാമക്ഷേത്രമാണ് അതിൻ്റെ പ്രതിഷ്ഠയാണെന്ന് അവർക്കറിയാം. മാത്രമല്ല പ്രധാനമന്ത്രി തന്നെയാണ് അതിൻ്റെ പൂജാരി, പ്രധാനമന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുന്നത്. അതിന് പ്രധാനമന്ത്രിക്ക് ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ കൂടെയാണ് കോൺഗ്രസ് പോകാൻ പോകുന്നത്. ആരെങ്കിലും വിശ്വാസമുള്ള ആളുകൾ പോകുന്നതിൽ ഞാൻ വ്യക്തിപരമായി എതിർക്കുന്ന ആളുകളല്ല. ഇതല്ല, ഇത് രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു മതശക്തികളെ കൂടെ പിടിച്ചുകൊണ്ട്, വിശ്വാസത്തെ കൂടെ പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുമ്പോൾ അത് അനുകൂലമായി നിൽക്കണോ വേണ്ടോ എന്ന് കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്.